കേരളത്തിലെ അതിപ്രശസ്തമായ മസാറുകളിലൊന്നായ പാലക്കാട് ജില്ലയിലെ അമ്പംകുന്നിൽ സ്ഥിതി ചെയ്യുന്ന അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 368-ാമത്തെ എപ്പിസോഡ്. അമ്പംകുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പ. ആ നാമം കേൾക്കാത്തവർ കേരളക്കരയിൽ വളരെ കുറവായിരിക്കും. ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ആയിരങ്ങളുടെ അത്താണിയായി മഹാനുഭാവൻ ഇന്നും അമ്പംകുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്താണ് അമ്പംകുന്ന്. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂട്ടിലുള്ള പ്രധാന മക്കാമുകളായ പെരിന്തൽമണ്ണക്കടുത്തുള്ള പുത്തനങ്ങാടി ശുഹദാജാറം, അതുപോലെ തന്നെ ഒടമല മക്കാമ്, നാട്ടുകല്ല് മക്കാമ്, മഹാനായ തെയ്യോട്ടിച്ചിറ കമ്മുസുഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ്, ഇവിടെയൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് വഴി ഇവിടേക്ക് വരുന്നവർ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകുന്ന ബസ് കയറിക്കൊണ്ട് കാഞ്ഞിരം എന്ന് പറയുന്ന ഈ ഒരു ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 1.5 കിലോമീറ്ററിന് താഴെയാണ് മക്കാമിലേക്കുള്ള ദൂരം. ഇനി പെരിന്തൽമണ്ണയിൽ നിന്നും ഒക്കെ മണ്ണാർക്കാട് വഴി പാലക്കാട്ടേക്ക് പോകുന്ന ബസ് കയറിയാൽ ചിറക്കൽപ്പടി ഇറങ്ങി ചിറക്കൽപ്പടിയിൽ നിന്ന് കാഞ്ഞിരപ്പുഴ ഡാം ബസ് കയറി അവിടെയും കാഞ്ഞിരം ഇറങ്ങിയിട്ട് മക്കാമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് കാഞ്ഞിരം ടൗണിൽ നിന്ന് അമ്പംകുന്ന് മക്കാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഈ റോട്ടിൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും. 40 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് വരുന്നത്. ഇനി ഇവിടേക്ക് എത്തിച്ചേരാനുള്ള മറ്റൊരു റൂട്ടാണ് മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി ബസ് കയറി അമ്പംകുന്ന് കനാൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഈ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മക്കാമിലെത്താൻ പറ്റും. അതേപോലെ ഓട്ടോറിക്ഷ കിട്ടും. 40-45 50ൻ്റെ ഉള്ളിൽ ചാർജ് വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം മക്കാമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പംകുന്ന് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണെങ്കിലും അവിടുത്തെ ജനനം മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത ചുള്ളിക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. കാർഷിക കുടുംബത്തിൽ ജനിച്ച മഹാനുഭാവൻ ദർസി പഠനകാലത്ത് തന്നെ അവിടുത്തെ ജീവിത രീതി മാറുകയും ഏകാന്തത ഇഷ്ടമാവുകയും പെരുമാറ്റങ്ങളിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ സൂഫി മാർഗം സ്വീകരിക്കാൻ തുടങ്ങിയ മഹാനുഭാവൻ നിരവധി മഹാന്മാരുടെ മസാറുകൾ സിയാറത്ത് ചെയ്യുന്നത് അവിടുത്തെ പതിവാക്കി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തൻ്റെ 13ാമത്തെ വയസ്സിൽ നാട് വിട്ടു അജ്മീറിലെത്തി. അങ്ങനെ ഒരുപാട് കാലം അജ്മീറിൽ ജീവിക്കുകയും 27ാമത്തെ വയസ്സിലാണ് പിന്നീട് മഹാനുഭാവൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. നാടും വീടും തേടിപ്പോകാതെ ബഹുമാനപ്പെട്ടവർ മലകളിലും കാടുകളിലുമായി താമസം തുടങ്ങി. പർവ്വതങ്ങളിലെ വിജനമായ സ്ഥലങ്ങളിലും ഗുഹക്കുള്ളിലും എല്ലാം പോയി അവിടുന്ന് ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടി. ഖാദിരിയ, ഷത്വാരിയ, ജിസ്തിയ തുടങ്ങിയ ത്വരീഖത്തുകൾ ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചിരുന്നു. കാടുകളും മലകളും താണ്ടിയുള്ള അവിടുത്തെ ഇബാദത്തിൻ്റെ സമയത്ത് വന്യജീവികളും പക്ഷികളും മറ്റു മൃഗങ്ങളുമായിരുന്നു കൂട്ടുകാർ. സസ്യങ്ങളുടെ ഇലകളായിരുന്നു അവിടുത്തെ ഭക്ഷണം. മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിലുള്ള നേർച്ചപ്പാറ എന്ന് പറയുന്ന മലയുടെ മുകളിലും അതുപോലെ തന്നെ ചെറുപ്പുളശ്ശേരിക്കടുത്തുള്ള പനമണ്ണയിലെ അനങ്ങമ്മല എന്ന് പറയുന്ന മലയിലുമൊക്കെ ധാരാളം ബഹുമാനപ്പെട്ടവർ ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. നിരവധി വർഷം മലമടക്കുകളിൽ ജീവിച്ച മഹാൻ പിന്നീട് നാട്ടിലേക്കിറങ്ങി ജനങ്ങളുമായി സഹവസിച്ചു തുടങ്ങി. ജനങ്ങളുടെ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും വലിയ ആശ്വാസമേകി. തന്നെ സമീപിക്കുന്ന ഒട്ടുമിക്ക ആളുകളോടും അവിടുന്ന് നിർദ്ദേശിച്ചിരുന്നത് ഭക്ഷണം പാകം ചെയ്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായിരുന്നു. അജ്മീർ ഖാജ തങ്ങളെപ്പോലെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. എൻ്റെ നാട്ടിലുള്ള ഒരു പള്ളിയിലും കുറച്ചു കാലം വന്ന് താമസിച്ച് അവിടെയും ഇതുപോലെ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്നു എന്ന് നാട്ടുകാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല നാടുകളിലും ചുറ്റിക്കറങ്ങിയ മഹാനുഭാവൻ 1965 അമ്പംകുന്നിൽ സ്ഥിര താമസമാക്കുന്നത്. അജ്മീറിൽ നിന്ന് ബന്ധം തുടങ്ങിയ തൻ്റെ ശിഷ്യൻ കൂടിയായ കാപ്പുങ്ങൽ മുഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലായിരുന്നു താമസം.
അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഇന്നും ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ മക്കാമും തൊട്ടടുത്ത് തന്നെയാണ്. ഭക്ഷണം പാകം ചെയ്യൽ ജീവിതകാലത്ത് ഏറെ ഇഷ്ടമുള്ളതുപോലെ ഇന്നും അമ്പംകുന്നിൽ എല്ലാ സമയത്തും കഞ്ഞിയും ഉച്ചക്ക് ഭക്ഷണവുമെല്ലാം ചോറുമെല്ലാം ഇന്നും എല്ലാ ദിവസവും വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ജീവിതകാലത്ത് ജാതിയോ മതമോ നോക്കാതെ ഏത് ജനങ്ങൾക്കും ആശ്വാസമേകിയിരുന്ന മഹാനുഭാവൻ ഇന്നും അവിടുത്തെ സമീപത്ത് നാനാജാതി മതസ്ഥരും സിയാറത്തിന് വരികയും അവരുടെ ആഗ്രഹങ്ങൾ സഫലമായി തിരിച്ചു പോവുകയും ചെയ്യുന്നു. എല്ലാവർക്കും വഫാത്തിന് ശേഷം അവരുടെ സഹായം എത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആ മഹാൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ. വരവൂർ മസ്താനെ പോലെ പൊട്ടിച്ചിറ ബീവി ഉമ്മയെപ്പോലെയുള്ള ഒരുപാട് മഹാരഥന്മാരെ സമൂഹത്തിന് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ടവരാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 1970 ജനുവരി 18 റബിയുൽ ആഖിർ 12 ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. എല്ലാ വർഷവും റബിയുൽ അവ്വൽ 12 അവിടുത്തെ പേരിലുള്ള ആണ്ട് നേർച്ചയും അതുപോലെ തന്നെ കുംഭം 15, 16, 17 ദിവസങ്ങളിൽ പെട്ടിവരവ് നേർച്ച എന്ന വലിയ നേർച്ചയും ഇവിടെ നടക്കാറുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ബഹുമാനപ്പെട്ടവർ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയിരുന്ന അനങ്ങൻ മലയുടെ ഭാഗത്ത് ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് കൊണ്ട് നിറഞ്ഞ അവരുടെ ഒരു പത്തായമുണ്ട്. ആ പത്തായം കാണാനാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായി സക്കറാത്ത് മല എന്ന പേരിൽ അറിയപ്പെടുന്ന നേർച്ചപ്പാറ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മലയുണ്ട്. ഒരുപാട് മഹാരഥന്മാർ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ അതുപോലെ തന്നെ ജിന്നുകളൊക്കെ ഇബാദത്തിന് തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. മഹാനായ ബീരാനുലപ്പാപ്പയും അവിടെ എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു മലയും ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ സന്ദർശിക്കുന്നു. നിങ്ങൾക്കത് കാണാവുന്നതാണ്.